പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഡിബേറ്റ് സെഷൻ ആരംഭിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഉറവിടമായ കർത്താവേ, ഈ ദിവസം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ചിന്തകൾക്ക് വെളിച്ചവും വാക്കുകൾക്ക് ജ്ഞാനവും ഹൃദയങ്ങൾക്ക് സ്നേഹവും തീരുമാനങ്ങൾക്ക് വിവേകവും നൽകണമേ. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആധുനിക സമൂഹത്തിൽ സമുദായ ബോധം സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ? ഒരു സത്യാന്വേഷണത്തിനുള്ള അവസരമാക്കി മാറ്റണമേ. കർത്താവേ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുമ്പോഴും പരസ്പരം ബഹുമാനിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ വാക്കുകൾ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഈ ഒരു ചർച്ച കൂടുതൽ ആഴത്തിലുള്ള ചിന്തിക്കുവാനും പരസ്പരം മനസ്സിലാക്കുവാനും വഴിയൊരുക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തികളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന യേശുവിന്റെ കൽപ്പന ഞങ്ങളുടെ ജീവിതത്തിന്റെയും സമുദായ ബോധത്തിന്റെയും അടിത്തറയാകട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയ യുവജനങ്ങളെ, നിങ്ങളെല്ലാവരും 8ാം ക്ലാസ്സിൽ സ്നേഹമുള്ള തോമസ് അച്ഛൻ, പ്രിയ ആനിമേറ്റ് സിസ്റ്റർ, സ്നേഹമുള്ള യുവജന സുഹൃത്തുക്കളെ, നമ്മൾ സാമുദായിക ശാക്തീകരണ വർഷത്തിലായിരിക്കും. അതിൻ്റെ ഭാഗമായി KCYM കല്ലോടി യൂണിറ്റ് ഒരുക്കുന്ന ഒരു ഡിബേറ്റ് പ്രോഗ്രാമിലാണ് നമ്മളായിരിക്കുക. സമുദായ ബോധം സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണോ എന്നുള്ളതാണ് നമ്മുടെ ഈ ഡിബേറ്റിൻ്റെ വിഷയം. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒറ്റപ്പെട്ട വ്യക്തികളല്ല. നമ്മളൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ്, ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഒരു സമുദായത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മളായിരിക്കുന്ന കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും വേരുകൾ, അതിൻ്റെ നന്മകൾ, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെ കടമകൾ, ഇവയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നന്മ നൽകുന്നതാണ് തീർച്ചയായും. അപ്പോൾ ഇപ്രകാരമുള്ള അറിവിലൂടെ നമ്മുടെ സമുദായം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് പ്രചോദനങ്ങൾ ധാരാളം ലഭിക്കും. അതോടൊപ്പം സമുദായ ബോധം എന്ന് പറയുന്നത് എൻ്റെ സമുദായത്തെ ഞാൻ സ്നേഹിക്കുമ്പോൾ മറ്റു സമുദായങ്ങളോടുള്ള ഒരു അകൽച്ചയോ വിദ്വേഷവുമല്ല. നമ്മുടെ വേരുകളെ സ്നേഹിക്കുന്നതോടൊപ്പം മറ്റ് സമുദായങ്ങളുടെ നന്മകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നതാണ് സമുദായ ബോധം. ഇനി സമുദായ ബോധവും വർഗീയതയും രണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ദിവസത്തെ ഈ ഒരു ഡിബേറ്റ് സമുദായ ബോധത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാനും ആശയങ്ങൾ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാനും അങ്ങനെ ഒരു ചിന്തയിലേക്കും തീരുമാനത്തിലേക്കും ഒക്കെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും നമ്മുടെ ഈ ഒത്തുചേരൽ, ഈ ഒരു ചിന്ത നമ്മൾ ഓരോരുത്തരും ആഴപ്പെടുത്തുന്നതിന്, അങ്ങനെ നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന സമുദായത്തെ സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും നമുക്ക് സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഡിബേറ്റിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹബഹുമാനപ്പെട്ട സജീച്ച, പ്രിയപ്പെട്ട തോമസ് അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റർ രഞ്ജിത, സംവാദത്തിനായി എതിർ സംവാദത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ, കേൾവിക്കാർ മാത്രമല്ല ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുണ്ട് എന്ന ഒരു ശരിയോടുകൂടി കടന്നിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വിഷയത്തെ ആദ്യം തന്നെ അവതരിപ്പിക്കുകയാണ്. വിഷയ അവതരണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് മുമ്പ് നിങ്ങൾക്ക് വിഷയത്തെക്കുറിച്ച് ഏകദേശം എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ആധുനിക സമൂഹത്തിൽ സമുദായ ബോധം സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നത് എന്നതാണ്. ആധുനികതയുടെ അതിപ്രസരത്തിൽ ഞാൻ എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമുദായ ബോധം സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. സമുദായം എന്നാൽ നമ്മെ സംബന്ധിച്ച് കേവലം ഒരു അതിർത്തിയോ ജാതിയോ അല്ല, അത് ക്രിസ്തുവിൽ ഒന്നായ ഒരൊറ്റ ശരീരമാവുക എന്നതാണ്.
വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ശരീരം ഒന്നാണെങ്കിലും അതിൽ അവയവങ്ങൾ പലതുണ്ട്. ഈ ബോധ്യമാണ് യഥാർത്ഥ സമുദായ ബോധം. തോമസ് ലീഹായുടെ വിശ്വാസ പാരമ്പര്യത്തിൽ വളർന്ന സീറോ മലബാർ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, മാർഗം കൂടുക അഥവാ ഒരു കൂട്ടായ്മയായി ജീവിക്കുക എന്നതായിരുന്നു നമ്മുടെ പൂർവികരുടെ രീതി. പള്ളിയും അതിനോട് ചേർന്നുള്ള അന്തരീക്ഷവും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് മാത്രമല്ല സാമൂഹികവും സാമ്പത്തികവുമായ വലിയ മുന്നേറ്റങ്ങൾക്കാണ് വഴിതെളിച്ചത്. സമുദായ ബോധം എന്നാൽ മറ്റുള്ളവരെ മാറ്റി നിർത്തലല്ല, മറിച്ച് സ്വന്തം തനിമയിൽ ഉറച്ചു നിന്നുകൊണ്ട് സമൂഹത്തെ മുഴുവൻ നെഞ്ചോട് ചേർക്കലാണ്. നമുക്ക് വാദപ്രതിവാദങ്ങളിലേക്ക് കിടക്കാം. നമുക്കിവിടെ കാണാം 6 പേര് വന്നിട്ടുണ്ട്. 6 പേരുടെ ടീമിൽ ഒരു ടീം നമുക്ക് വിഷയത്തിനെ അനുകൂലിച്ചും ഒരു ടീം പ്രതികൂലിച്ചും സംസാരിക്കുന്നതാണ്. വളരെ നന്നായിട്ട് ഒരുങ്ങി വന്നതാണ്. നിങ്ങൾ ആർക്കും അതൊരു സമയമെനക്കെടുത്തലാവില്ല. അവരുടെ വാദങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവർ നോട്ട് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി സഹായിച്ചത് നമ്മുടെ തോമസ് അച്ഛനാണ്. ഇവിടെ 3 ടീമുണ്ട്, 2 ടീമുണ്ട്, 3 പേരുടെ ടീമുകളാണ്. അപ്പം ആദ്യം ഒരു ടീം ആ വാദത്തെ അനുകൂലിച്ച് സംസാരിക്കും. അതിനുശേഷം അടുത്ത ടീം അവരുടെ എതിർവാദങ്ങളും അതുപോലെ തന്നെ പ്രതികൂലമായ വാദങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എതിർവാദങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന വിഷയത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നത് ബോയ്സിൻ്റെ ടീമും പ്രതികൂലിച്ച് സംസാരിക്കുന്നത് ഗേൾസിൻ്റെ ടീമുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ വാദമുഖങ്ങൾ ഉയർത്താൻ വേണ്ടി ബോയ്സിൻ്റെ ടീമിൽ നിന്ന് ലിയോണിനെ ക്ഷണിക്കുകയാണ്. സമുദായ ബോധം ചേരിതിരിവും വർഗീയതയും ഉണ്ടാക്കുന്നു. ഇതാണ് എൻ്റെ ആർഗ്യുമെന്റ്. സമുദായ ബോധം ഞങ്ങളും നിങ്ങളും എന്ന വേർതിരിവ് ഉണ്ടാക്കുന്നു. ഇത് ആധുനിക സമൂഹത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുകയും വർഗീയ ചിന്തകളിലേക്ക് നയിക്കുകയും ചെയ്യും. ഞങ്ങളും നിങ്ങളും എന്ന വേർതിരിവ് എങ്ങനെ ഉണ്ടാകുന്നു? ഒരു വ്യക്തി തന്റെ സമുദായത്തിന്റെ താല്പര്യങ്ങളെയും അവകാശങ്ങളെയും മാത്രം മുൻനിർത്തി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ സമൂഹത്തെ സ്വാഭാവികമായി നമ്മുടെ ആളുകൾ എന്നും മറ്റുള്ളവർ എന്നും രണ്ടായി കാണാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, അവർ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരല്ല, അതുകൊണ്ട് അവരുടെ പ്രശ്നം നമ്മുടേതല്ല എന്ന ചിന്ത വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ഒരു മാനസിക അകലമാണ്. പിന്നീട് അത് സാമൂഹിക അകലമായും സാമ്പത്തിക വിവേചനമായും രാഷ്ട്രീയ ധ്രുവീകരണമായും മാറാം. ഇത് സമാധാനത്തെ എങ്ങനെ ബാധിക്കുന്നു? ആധുനിക സമൂഹം വിവിധ മതങ്ങളും ജാതികളും ഭാഷകളും സംസ്കാരങ്ങളും സമുദായങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹമാണ്. ഇവിടെ സമാധാനപരമായ സഹവർഗത്തിന് ആവശ്യമായത് പരസ്പര ബഹുമാനം, സഹകരണം, സഹാനുഭൂതി, മറ്റുള്ളവരുടെ അവകാശങ്ങളെ അംഗീകരിക്കൽ, പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള ചിന്ത എന്നിവയാണ്. എന്നാൽ ആദ്യം എൻ്റെ സമുദായം പിന്നെ മറ്റുള്ളവർ എന്ന മനോഭാവം ശക്തമാകുമ്പോൾ പൊതുനന്മയേക്കാൾ സമുദായ താല്പര്യം പ്രാധാന്യമാകുന്നു. അപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും നമ്മൾ വെസസ് അവർ എന്ന സംഘർഷമായി മാറാം. ഇതാണ് എൻ്റെ വാദം. വാദങ്ങൾ ഉയർത്തിയ ലിയോണിന് നന്ദി പറയാണ്. ഇനി തിരിച്ച് സീറ്റിലേക്ക് വരാം. ഇനി എതിർവാദങ്ങൾ ഉയർത്താൻ വേണ്ടി ഗേൾസ് ടീമിൽ നിന്ന് സൂര്യ ക്ഷണിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ ആശയത്തിന്റെ പ്രതിവാദങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. സമുദായ ബോധത്തെയും വർഗീയതയും തമ്മിൽ കൂട്ടിക്കൊടുക്കരുത്. വർഗീയത മറ്റുള്ളവരോടുള്ള വെറുപ്പാണ്. എന്നാൽ യഥാർത്ഥ സമുദായ ബോധം എന്ന് പറയുന്നത് ആ കൂട്ടായ്മയോടുള്ള സ്നേഹമാണ്. നമ്മൾ സീറോ മലബാർ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പള്ളി പണിയുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ച് ഒരു ആശുപത്രിയോ സ്കൂളോ നിർമ്മിക്കാറുണ്ട്. അവ നിർമ്മിക്കുന്നത് ആ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ വിഭാഗങ്ങൾക്കും ഉള്ളതാണ്. സ്വന്തം സമുദായത്തിലുള്ള സ്നേഹം നമ്മെ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കാണ് നയിക്കുന്നത്, അല്ലാതെ വിദ്വേഷത്തിലേക്കല്ല. ഒരു സമൂഹത്തോടുള്ള സ്നേഹം മറ്റൊരു സമൂഹത്തോടുള്ള കൂട്ടായ്മയ്ക്ക് എതിർപ്പാകുന്നില്ലെങ്കിൽ, അതായത് അതൊരു വെറുപ്പായി മാറുന്നില്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമുക്ക് വർഗീയത എന്ന് വിളിക്കാനാവുക?
ഇവിടെയാണ് കാത്തലിക് സോഷ്യൽ ടീച്ചിങ് എന്ന ആശയത്തിന് സഭ പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യൻ ഒരു ഒറ്റപ്പെട്ട ജീവിയല്ല, അവനൊരു സമൂഹ ജീവിയാണ്. കോമൺ ഗുഡ് അഥവാ പൊതുനന്മ എന്ന ആശയമാണ് സഭ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ദൈവപ്രമാണങ്ങളിൽ 2-ാമത്തെ കൽപ്പനയിൽ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇത് തന്നെയാണ് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 22-ാം അധ്യായം 39-ാം വാക്യത്തിൽ പറയുന്നത്. അതിനാൽ നമ്മുടെ വാദം സ്വന്തം സമുദായത്തെ സ്നേഹിക്കുക, പക്ഷേ മറ്റുള്ളവരെ ഒഴിവാക്കരുത്. സ്വന്തം വേരുകളിൽ ഉറച്ചു നിൽക്കുക, പക്ഷേ മറ്റുള്ളവരുടെ വേരുകൾ വെട്ടിക്കളയരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ വാദത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനുള്ള പ്രതിവാദങ്ങൾ. പറയുകയാണ്. ഇപ്പോൾ 2 ടീമിൽ നിന്ന് ഓരോരുത്തരും അവരുടെ വാദങ്ങൾ നിർത്തി കഴിഞ്ഞു. നിലവിൽ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം തുല്യമായിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പം വാദങ്ങൾ ഉയർത്തുവാൻ വേണ്ടിയിട്ട് ബോയ്സ് ടീമിൽ നിന്ന് അമലിനെ ക്ഷണിക്കുകയാണ്. ആധുനിക സമൂഹത്തിൽ വ്യക്തി സ്വാതന്ത്ര്യമാണ് പ്രധാനം, സമുദായമല്ല. ഇതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആർഗ്യുമെന്റ്. ഇന്നത്തെ കാലം വ്യക്തി കേന്ദ്രീകൃത കാലമാണ്. സമുദായ നിയമങ്ങളും ആചാരങ്ങളും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെയും ആധുനിക ചിന്തകളെയും തളച്ചിടുന്നു. ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ കാലം വ്യക്തി കേന്ദ്രീകൃത കാലമാണ്. ആധുനിക സമൂഹത്തിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വ്യക്തിത്വത്തിനും വലിയ പ്രാധാന്യമാണ് ലഭിക്കുന്നത്. ഒരു വ്യക്തി എന്തു പഠിക്കണം, ഏത് തൊഴിൽ തിരഞ്ഞെടുക്കണം, എവിടെ ജീവിക്കണം, ആരുമായി സൗഹൃദം സ്ഥാപിക്കണം, വിവാഹത്തെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കണം, തന്റെ കഴിവുകൾ എങ്ങനെ വികസിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ സ്വന്തം തീരുമാനത്തിന് പ്രാധാന്യം നൽകുന്നു. രണ്ടാമത്തെ കാര്യം, സമുദായ നിയമങ്ങൾ വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ഏറ്റുമുട്ടുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങൾ. ഓരോ സമുദായത്തിനും അതിൻ്റെതായ ആചാരങ്ങളും നിയമങ്ങളും പാരമ്പര്യങ്ങളും സാമൂഹിക പ്രതീക്ഷകളും ഉണ്ടാകും. ഇവ സമൂഹത്തിന് ഐക്യം നിലനിർത്താൻ സഹായിക്കുകയാണ്. പക്ഷേ ചിലപ്പോൾ അവ വ്യക്തിയുടെ തെരഞ്ഞെടുപ്പിന് അമിതമായ നിയന്ത്രണം ഏർപ്പെടുത്താം. ഉദാഹരണത്തിന്, തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുക, സ്ത്രീ പുരുഷന്മാർക്ക് വ്യത്യസ്തമായ സാമൂഹിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, പുതിയ ജീവിത രീതികളെയും ആശയങ്ങളെയും സംശയത്തോടെ കാണുക. ഇതാണ് ഞാൻ ഉന്നയിക്കുന്ന വാദം. വാദങ്ങൾ ഉയർത്തിയ അമലിന് നന്ദി. ഇപ്പോൾ ഇനി പ്രതിവാദങ്ങൾ ഉയർത്താൻ വേണ്ടി ഗേൾസ് ടീമിൽ നിന്ന് മരിയ സാന്ദ്രേഷ്. ഇപ്പോൾ പറഞ്ഞതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റാണ് ഞാൻ പറയുന്നത്. അനിയന്ത്രിതമായ വ്യക്തി സ്വാതന്ത്ര്യം മനുഷ്യനെ അമിതമായ ഒറ്റപ്പെടലിലേക്കും മാനസിക സമ്മർദ്ദങ്ങളിലേക്കുമാണ് നയിക്കുന്നത്. ഇന്ന് ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഡിപ്രഷനും ഏകാഗ്രതയും ഒക്കെയാണ്. ഒരു സമുദായത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ വ്യക്തിക്ക് ഒരു ബിലോങ്നെസ്, അതായത് താൻ ഒറ്റയ്ക്കല്ല എന്നൊരു ബോധ്യം ലഭിക്കുകയാണ്. KCYM പോലുള്ള കൂട്ടായ്മകൾ യുവജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും തെറ്റായ വഴികളിൽ നിന്ന്, അതായത് ലഹരി പദാർത്ഥങ്ങൾ പോലുള്ള അത്തരത്തിലുള്ള തെറ്റായ വഴികളിൽ വീണ് പോകാതിരിക്കാനുമുള്ള വലിയൊരു സുരക്ഷിത വലയം തീർക്കുന്നുണ്ട്. ഒന്നാമതായി, സ്വാതന്ത്ര്യം മാത്രം മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല. ആധുനിക സമൂഹം വ്യക്തിക്ക് മുൻപെങ്ങുമില്ലാത്ത സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്നാൽ എനിക്കാരെ ആവശ്യമില്ല, എന്റെ ജീവിതം ഞാൻ തീരുമാനിക്കണമെന്ന ചിന്ത അതിരുകടന്നാൽ വ്യക്തി സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യന് സ്വാതന്ത്ര്യം മാത്രമല്ല, ബന്ധവും അംഗീകാരവും സ്നേഹവും കൂട്ടായ്മയും ആവശ്യമാണ്. രണ്ടാമതായി, ബിലോങ്നെസ്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു ബോധ്യം. ഒരു സമുദായത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് വ്യക്തിക്ക് നൽകുന്ന ബിലോങ്നെസ്. എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് സുഹൃത്തുക്കളുണ്ട്, എനിക്കൊരു സമൂഹമുണ്ട്, എന്റെ സന്തോഷത്തിലും വിഷമത്തിലും എന്നോടൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട് എന്നൊരു ബോധ്യമാണ് ഇതിലൂടെയുണ്ടാകുന്നത്. ഇത് വെറും ഒരു സാമൂഹിക ബന്ധമല്ല, ഞാൻ വിലപ്പെട്ട ഒരാളാണ്, എന്നെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് എന്ന ആത്മബോധ്യവും അത് പ്രത്യേകിച്ച് യുവാക്കളുടെ ജീവിതത്തിൽ നൽകുന്ന വലിയൊരു ബോധ്യവുമാണ് ഇവിടെ പ്രസക്തം. അടുത്തതായി, ഏകാന്തതയും സാമൂഹിക അകൽച്ചയും. ഇത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങളെ പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് ഡിജിറ്റൽ ലോകത്തിൽ ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ടാകാം നമുക്കൊക്കെ, അതുപോലെ തന്നെ 100 കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാകാം. എന്നാൽ
അതുകൊണ്ട് മാത്രം ഒരാൾക്ക് യഥാർത്ഥ ബന്ധം ലഭിക്കണമെന്നില്ല. ഓൺലൈനിൽ നിരന്തരം ആളുകളുമായി ബന്ധപ്പെടുന്ന ഒരാൾ പോലും യഥാർത്ഥ ജീവിതത്തിൽ തന്റെ വിഷമം പറയാൻ ഒരാളില്ലാതെ, പരാജയപ്പെടുമ്പോൾ ആശ്വസിപ്പിക്കാൻ ഒരാളില്ലാതെ, തന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരാളില്ലാതെ, തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് തിരുത്താൻ ഒരാളില്ലാതെ ഒറ്റപ്പെട്ടു പോകണം. അതിനാൽ കണക്റ്റഡ് ആയിരിക്കുന്നതും ബിലോങ് ചെയ്യുന്നതും ഒരേ കാര്യമല്ല എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സമുദായം ഒരു സേഫ്റ്റി നെറ്റായിട്ട് മാറുന്നു എന്ന് പറയുന്നത്. ഒരു ആരോഗ്യകരമായ സമുദായം വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന സംവിധാനമല്ല, മറിച്ച് വ്യക്തി വീഴുമ്പോൾ പിടിച്ചു നിൽക്കുന്ന ഒരു സുരക്ഷിത വലയമാണ്. CMN, KCYM, മാതൃവേദി പോലുള്ള യുവ കൂട്ടായ്മകളുടെ പ്രാധാന്യവും ഇതിലുണ്ട്. ഒരു യുവാവിന് വെറും വിനോദത്തിനുള്ള വേദിയല്ല ഇത്തരം കൂട്ടായ്മകൾ. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അവ യുവജനങ്ങൾക്ക് നേതൃത്വ പരിശീലനം നൽകാൻ, കലാകായി കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകാൻ, സാമൂഹിക സേവനത്തിൽ പങ്കാളികളാകാൻ, ആത്മീയവും ധാർമ്മികവുമായ മൂല്യങ്ങൾ വളർത്താൻ, നല്ല സൗഹൃദങ്ങൾ രൂപപ്പെടുത്താൻ, പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാൻ ഒരു ഇടം നൽകാൻ, ഉത്തരവാദിത്ത ബോധ്യം വളർത്താൻ സാധിക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ എനിക്ക് കഴിവുണ്ട്, സമൂഹത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്നുള്ള ആത്മവിശ്വാസം യുവജനങ്ങളിൽ വളരുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരിക്കെതിരായ ഒരു പ്രതിരോധ വലയം ഈ സമുദായത്തിന്റെ ശക്തിയിൽ സാധ്യമാകുന്നുണ്ട്. ഇത് ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനവുമായി വളരെ ശക്തമായി ബന്ധിപ്പിക്കാം. ഒരു യുവാവിനെ ആരോഗ്യകരമായ സൗഹൃദങ്ങളും ലക്ഷ്യബോധവും കൂട്ടായ്മയും ഇല്ലാതെ വന്നാൽ തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കും അപകടകരമായ ശീലങ്ങളിലേക്കും ആകർഷിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കാം. അതേസമയം അവനൊരു നല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, എന്നെ അംഗീകരിക്കുന്ന ഒരു കൂട്ടമുണ്ട്, എന്റെ കഴിവുകൾ ഉപയോഗിക്കാൻ ഒരു വേദിയുണ്ട്, എന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആളുകളുണ്ട് എന്ന ബോധ്യം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അതിനാൽ യുവജന സംഘടനകൾ ലഹരിക്കെതിരെ, ലഹരി ഉപയോഗിക്കരുത് എന്ന് മാത്രം പറയുന്ന പ്രചാരണ സംവിധാനങ്ങളല്ല, ലഹരിക്ക് പകരം ആരോഗ്യകരമായ സൗഹൃദവും ലക്ഷ്യബോധവും പ്രവർത്തനങ്ങൾ നൽകുന്ന ഒരു പോസിറ്റീവ് ആൾട്ടർനേറ്റീവ് കൂടിയാണ്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് വ്യക്തി സ്വാതന്ത്ര്യവും സമുദായവും പരസ്പര വിരുദ്ധമല്ല എന്നതിനെ പറ്റിയാണ്. നമ്മുടെ വാദം ഇൻഡിവിജ്വൽ ഫ്രീഡം മോശമാണ് എന്നല്ല, മറിച്ച് സ്വാതന്ത്ര്യം ആവശ്യമാണ്, എന്നാൽ ബന്ധങ്ങളില്ലാത്ത സ്വാതന്ത്ര്യം അപൂർണമാണ്. വ്യക്തിക്ക് സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ സ്വാതന്ത്ര്യം വേണം, പക്ഷേ കഴിവുകൾ സമൂഹത്തിനായി ഉപയോഗിക്കാൻ സമുദായം വേണം. വ്യക്തിക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ അവകാശം വേണം, പക്ഷേ തെറ്റായ തീരുമാനങ്ങൾ തിരുത്താൻ സമുദായത്തിന്റെ സ്നേഹമുള്ള ബന്ധങ്ങൾ ആവശ്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യം മനുഷ്യന്റെ അവകാശമാണ്, പക്ഷേ മനുഷ്യന് മുഴുവൻ ആവശ്യമല്ല. മനുഷ്യൻ സ്വതന്ത്രനായ വ്യക്തി മാത്രമല്ല, ബന്ധങ്ങളിൽ ജീവിക്കുന്ന ഒരു സാമൂഹിക ജീവിയാണ്. അനിയന്ത്രിതമായ എനിക്ക് ആരെയും ആവശ്യമില്ല എന്ന ഇൻഡിവിജ്വലിസം വ്യക്തിയെ സ്വാതന്ത്ര്യം നൽകുന്നതിനൊപ്പം ഏകാന്തതയിലേക്കും സാമൂഹിക അകൽച്ചയിലേക്കും തള്ളിവിടാം. അതുകൊണ്ടാണ് ബിലോങ്ങിങ്നെസ്, ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് എന്ന ബോധം ഇത്ര പ്രാധാന്യം വഹിക്കുന്നത്. KCYM പോലുള്ള കൂട്ടായ്മകൾ യുവാക്കൾക്ക് സൗഹൃദവും നേതൃത്വവും കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയും സാമൂഹിക ഉത്തരവാദിത്വവും നൽകുന്നു. അതോടൊപ്പം തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കും ലഹരി പോലുള്ള അപകടകരമായ വഴികളിലേക്കും വഴുതി പോകാതിരിക്കാൻ ഒരു സുരക്ഷിതമായ സാമൂഹിക വലയം ഒരുക്കുന്നു. അതിനാൽ സമുദായം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് ശത്രുവല്ല, ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന സമുദായം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് അർത്ഥവും ദിശയും നൽകുന്ന ശക്തിയാണ്. ഇതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ. വാദങ്ങൾ കാഴ്ചവെച്ച വിദ്യാസാന്ദ്രയ്ക്ക് നന്ദി പറയുകയാണ്. രണ്ട് കൂട്ടരും ഇതുവരെ വാദങ്ങൾ ഉയർത്തുകയും ഇനി അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഈ വോയിസ് ടീമിന്റെ അവസാന വാദങ്ങൾ ഉയർത്തുവാൻ വേണ്ടിയിട്ട് സഞ്ജയെ ക്ഷണിക്കുകയാണ്. പല സമുദായങ്ങളും ശാസ്ത്രീയ പുരോഗതിയെയും പുതിയ സാമൂഹ്യ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാൻ മടിക്കുന്നവരാണ്. സമുദായങ്ങൾ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന പരമ്പരാഗത ചിന്താഗതിക്കാരാണ്. പല സമുദായങ്ങളും ശാസ്ത്രീയ പുരോഗതിയെയും പുതിയ സാമൂഹ്യ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാൻ മടിക്കുന്നവരാണ്. സ്വന്തം പാരമ്പര്യങ്ങളും ആചാരങ്ങളും മൂലം സംരക്ഷിക്കണമെന്ന പേരിൽ പുതിയ ആശയങ്ങളെയും ചിന്താഗതികളെയും പലപ്പോഴും സംശയത്തോടെയാണ് കാണുന്നത്. ഇത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾ, ജാതി വ്യവസ്ഥ, വിദ്യാഭ്യാസം, ലിംഗസമത്വം, സാങ്കേതികവിദ്യ, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, കുടുംബഘടനയിലെ മാറ്റങ്ങൾ തുടങ്ങിയ മേഖലകളിൽ കാണാൻ കഴിയും. നമ്മുടെ കാലത്ത് ഇങ്ങനെയില്ലായിരുന്നില്ല, നമ്മുടെ പൂർവ്വർ ഇങ്ങനെ ചെയ്തിട്ടില്ല, പാരമ്പര്യത്തിന് വിരുദ്ധമാണ് തുടങ്ങിയ വാദങ്ങൾ പലപ്പോഴും
മാറ്റത്തെ തടയുന്നതിൽ കാരണങ്ങളായി മാറുന്നു. ഒരു വ്യക്തി പുതിയ ആശയം സ്വീകരിക്കാൻ തയ്യാറായാലും അയാൾ ഉൾപ്പെടുന്ന സമുദായം അതിനെ അംഗീകരിക്കാത്തപ്പോൾ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യവും വളർച്ചയും പരിമിതപ്പെടാം. സമുദായത്തിന്റെ അഭിപ്രായം നഷ്ടപ്പെടുമോ, വിമർശനം നേരിടേണ്ടി വരുമോ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുമോ എന്ന ഭയം പലരും പുതിയ ചിന്തകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ശാസ്ത്രീയ പുരോഗതിയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ചോദ്യം ചെയ്യുക, തെളിവുകൾ പരിശോധിക്കുക, പുതിയ അറിവുകൾ സ്വീകരിക്കുക, പഴയ ധാരണകൾ തെറ്റാണെങ്കിൽ തിരുത്തുക എന്നതാണ്. എന്നാൽ ചില സമുദായങ്ങൾ ചോദ്യം ചെയ്യുന്നതിനെ തന്നെ അനാദരവായി കാണുകയും പാരമ്പര്യം പറഞ്ഞതുകൊണ്ട് അത് ശരിയാണ് എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് പുരോഗതിക്ക് തടസ്സമാകും. സമൂഹം മാറുമ്പോൾ സമുദായങ്ങളും മാറേണ്ടതുണ്ട്. പാരമ്പര്യം സംരക്ഷിക്കുക എന്നത് പഴയതെല്ലാം മാറ്റമില്ലാതെ നിലനിർത്തുക എന്നതല്ല, നല്ല മൂല്യങ്ങൾ സംരക്ഷിക്കുകയും കാലഹരണപ്പെട്ട തെറ്റായ രീതികൾ തിരുത്തുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ പാരമ്പര്യ സംരക്ഷണം. സമുദായം മനുഷ്യന്റെ വളർച്ചയ്ക്ക് മതിൽ പണിയുന്നു. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ആചാരം, നമ്മുടെ രീതികൾ എന്ന പേരിൽ പുതിയ ചിന്തകളെ തടയുന്നു. ശാസ്ത്രം മുന്നോട്ട് പോകുമ്പോൾ സമൂഹവും മുന്നോട്ട് പോകണം. പക്ഷേ മാറ്റത്തിന്റെ ഭയപ്പെടുന്ന സമുദായ ബോധം പുരോഗതിയുടെ തടസ്സം നിൽക്കുന്നു. സമുദായ ബോധം മനുഷ്യന് വേദികളാണ് നൽകേണ്ടത്, പകരം ചിറകൾ മുറിക്കാനുള്ള കൊടുവാളുകളാക്കുന്നു. ഇതാണ് എൻ്റെ വാദം. നന്ദി. ടീം ബോയ്സ് ഉയർത്തിയ വാദങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഇന്ന് ക്രോഡീകരിച്ച് കാണാം. ഒന്നാമത് അവർ ഉയർത്തിയത് സമുദായ ബോധം ഞങ്ങളും നിങ്ങളും എന്ന വേർതിരിവ് ഉണ്ടാകും എന്നതായിരുന്നു. ഇത് ആധുനിക സമൂഹത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുകയും വർഗീയ ചിന്തകളിലേക്ക് നയിക്കുകയും ചെയ്യും എന്നതായിരുന്നു. ഞങ്ങളും നിങ്ങളും എന്ന വേർതിരിവ് എന്ന കാഴ്ചപ്പാടാണ് അവർ ആദ്യം അവതരിപ്പിച്ചത്. അതിനുശേഷം ആധുനിക സമൂഹത്തിൽ വ്യക്തി സ്വാതന്ത്ര്യമാണ് പ്രധാനം, സമുദായമല്ല എന്ന നമ്മുടെ ഇന്നത്തെ വളർന്നു വരുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് അവർ മുന്നോട്ട് വെച്ചത്. ആധുനിക സമൂഹത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് നൽകേണ്ട പ്രാധാന്യം സമുദായത്തിന് കൊടുക്കേണ്ടതില്ല എന്നൊരു വാദം മുന്നോട്ട് വെച്ചു. അവസാന ഘട്ടത്തിൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന വാദം പല സമുദായങ്ങളും ശാസ്ത്രീയ പുരോഗതിയും പുതിയ സാമൂഹിക മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കുന്നവരാണ് എന്നതാണ്. ഇനി ടീം ഗേൾസിനെ അവരുടെ അവസാന വാദങ്ങൾ ഉയർത്തുവാനും പ്രതിവാദങ്ങൾ ഉയർത്തുവാനും വേണ്ടി ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട വാദങ്ങളുടെ പ്രതിവാദമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ച് ഈ വാദം പൂർണ്ണമായും തെറ്റാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വിപ്ലവം സൃഷ്ടിച്ചത് സഭയുടെ സാമുദായിക ബോധമാണ്. ശാസ്ത്രത്തെയും വിശ്വാസത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ പഠിപ്പിച്ച ചരിത്രമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. സമുദായ ബോധം എന്നത് അന്ധവിശ്വാസമല്ല, മറിച്ച് ധാർമ്മിക മൂല്യങ്ങളിലുള്ള ഉറച്ചു നിൽക്കാണ്. മൂല്യങ്ങളില്ലാത്ത പുരോഗതി സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കും. സമുദായങ്ങൾ പരമ്പരാഗത ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് അവ ശാസ്ത്രീയ പുരോഗതിയെയും പുതിയ സാമൂഹിക മാറ്റത്തെയും തടസ്സപ്പെടുത്തുന്നു. ഈ വാദം കേൾക്കുമ്പോൾ വളരെ ആകർഷകമായി തോന്നാം. ചില ചരിത്ര സംഭവങ്ങളും ചില സമുദായങ്ങളുടെ തെറ്റായ നിലപാടുകളും ചൂണ്ടിക്കാണിച്ച് ഈ വാദത്തെ ശക്തിപ്പെടുത്താനും കഴിയും. എന്നാൽ നാം ഇവിടെ ചോദിക്കേണ്ട അടിസ്ഥാന ചോദ്യം ഇതാണ്: സമുദായം എന്നതാണ് പുരോഗതിയുടെ തടസ്സം, അതോ മാറ്റത്തെ വിവേകത്തോടെ വിലയിരുത്താതെ നിരസിക്കുന്ന അടഞ്ഞ മനസ്സാണ് യഥാർത്ഥ തടസ്സം? കത്തോലിക്ക വിശ്വാസത്തിന്റെയും ചരിത്രത്തിന്റെയും പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സമുദായ ബോധം മനുഷ്യന്റെ വളർച്ചയ്ക്ക് മതിൽ പണിയുന്നതല്ല. ശരിയായ സമുദായ ബോധം മനുഷ്യന്റെ വളർച്ചയ്ക്ക് അടിത്തറ പാകുന്നതാണ്. ഒന്നാമതായി, ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യൻ ഒറ്റപ്പെട്ടവനല്ല. കത്തോലിക്ക വിശ്വാസം മനുഷ്യനെ ഒരു ഒറ്റപ്പെട്ട വ്യക്തിയായി കാണുന്നില്ല. വിശുദ്ധ പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഇതാണ് ക്രൈസ്തവ സമുദായത്തിന്റെ അടിസ്ഥാനം. ഒരു ശരീരത്തിലെ കണ്ണ്, കൈ, കാൽ, ഹൃദയം ഇവ വ്യത്യസ്തമാണെങ്കിലും ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യരും വ്യക്തിത്വമുള്ളവനാണ്. എന്നാൽ അവൻ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സഭയുടെയും മനുഷ്യ കുടുംബത്തിന്റെയും ഭാഗമാണ്.
അതുകൊണ്ട് കത്തോലിക്ക വിശ്വാസം പറയുന്നത് വ്യക്തിയെ ഇല്ലാതാക്കി സമുദായത്തെ സംരക്ഷിക്കുക എന്നല്ല. അതുപോലെ സമുദായത്തെ ഇല്ലാതാക്കി വ്യക്തി സ്വാതന്ത്ര്യം മാത്രം സംരക്ഷിക്കുക എന്നുമല്ല. പകരം വ്യക്തിയുടെ മഹത്വവും സമുദായത്തിന്റെ പൊതുനന്മയും ഒരുമിച്ച് സംരക്ഷിക്കപ്പെടണം. രണ്ടാമതായി, പാരമ്പര്യം പുരോഗതിയുടെ ശത്രു എന്ന ധാരണ തെറ്റാണ്. എതിർപക്ഷം പറയുന്നത് പാരമ്പര്യത്തിന്റെ പേരിൽ പുതിയ ആശയങ്ങളെ തടയുന്നു എന്നാണ്. ഇവിടെ നമുക്കൊരു പ്രധാന വ്യത്യാസം മനസ്സിലാക്കണം. പാരമ്പര്യം എന്നത് പഴയതെല്ലാം അന്ധമായി സംരക്ഷിക്കുക എന്നല്ല. ക്രൈസ്തവ പാരമ്പര്യം എന്നത് തലമുറകളിലൂടെ കൈമാറപ്പെട്ട വിശ്വാസവും മൂല്യങ്ങളും അനുഭവജ്ഞാനവുമാണ്. കത്തോലിക്ക സഭയ്ക്ക് 2000 വർഷത്തിലധികം നീണ്ട ഒരു പാരമ്പര്യമുണ്ട്. പക്ഷേ ഈ പാരമ്പര്യത്തിന്റെ അർത്ഥം ഒന്നും മാറരുത് എന്നല്ല. സഭയുടെ ചരിത്രം തന്നെ കാണുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാന സത്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കാലത്തിനനുസരിച്ച് സഭ തന്റെ ഭാഷയിലും രീതിയിലും സമീപനങ്ങളിലും വികസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിനാൽ നല്ല പാരമ്പര്യം വേരുകളാണ്. അന്ധമായ പാരമ്പര്യവാദമാണ് മതിൽ. ഒരു വൃക്ഷത്തിന് വേരുകൾ ആവശ്യമാണ്, എന്നാൽ വേരുകൾ മാത്രം മതിയാകില്ല. അത് പുതിയ ശാഖകളും ഇലകളും പൂക്കളും ഫലങ്ങളും നൽകണം. അതുപോലെ ഒരു സമുദായത്തിന് പാരമ്പര്യം ആവശ്യമാണ്, എന്നാൽ നവീകരണവും ആവശ്യമാണ്. മൂന്നാമതായി, കത്തോലിക്ക സഭയുടെ ചരിത്രം തന്നെ വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും ചരിത്രമാണ്. സമുദായങ്ങൾ ശാസ്ത്രീയ പുരോഗതിയെ തടയുന്നു എന്ന വാദം ചരിത്രപരമായി വളരെ നിരർത്ഥകമാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ വിദ്യാഭ്യാസത്തിനും അറിവിനും വലിയ സ്ഥാനമുണ്ട്. മധ്യകാല യൂറോപ്പിൽ രൂപം കൊണ്ട സർവകലാശാല പാരമ്പര്യത്തിന്റെ വളർച്ചയിൽ സഭയും കത്തോലിക്ക ഭൗതിക പാരമ്പര്യവും വളരെ പങ്കുവഹിച്ചു. പാരീസ്, ബൊളോഞ്ഞ, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് തുടങ്ങിയ പുരാതന സർവകലാശാല പാരമ്പര്യങ്ങൾ രൂപപ്പെട്ട കാലഘട്ടത്തിൽ ക്രൈസ്തവ ചിന്തയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർണായകമായിരുന്നു. വിദ്യാഭ്യാസവും അറിവും വളരാൻ സമുദായം തടസ്സമാണെങ്കിൽ സഭയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ വിദ്യാഭ്യാസ സർവകലാശാല പാരമ്പര്യം എങ്ങനെ രൂപപ്പെട്ടു? ഇന്ത്യയിലും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നാലാമതായി, കത്തോലിക്ക പാരമ്പര്യത്തിനുള്ളിൽ തന്നെ ശാസ്ത്രത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ശാസ്ത്രവും വിശ്വാസവും പരസ്പരം ശത്രുക്കളാണ് എന്ന ധാരണ ശരിയല്ല. കത്തോലിക്ക പുരോഹിതനായ ഫാദർ ജോർജ് ലമേ ആധുനിക പ്രപഞ്ചശാസ്ത്രത്തിന്റെ ബിഗ് ബാങ് സിദ്ധാന്തത്തിന്റെ ആദ്യകാല രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞനായിരുന്നു. അതുപോലെ ഫാദർ ഗ്രിഗർ ജൊഹാൻ രണ്ട് ഒരു ഓഗസ്റ്റീനിയൻ സന്യാസിയും പുരോഹിതനുമായിരുന്നു. അദ്ദേഹം ജനറ്റിക്സിന്റെ അടിസ്ഥാന നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിന് നിർണായകമായ സംഭാവന നൽകിയിരിക്കുന്നു. പുരോഹിതനും ശാസ്ത്രജ്ഞനും ഒരാളാകാൻ കഴിയില്ലെന്ന് ആരാണ് പറഞ്ഞത്? ചരിത്രം അതിന് മറുപടി നൽകുന്നു. വിശ്വാസം ശാസ്ത്രത്തിന്റെ ശത്രുവാകണമെന്നില്ല. ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ വിശ്വാസവും ശാസ്ത്രവും മനുഷ്യന്റെ സത്യാന്വേഷണത്തിന്റെ വ്യത്യസ്ത മേഖലകളാണ്. അഞ്ചാമതായി, സഭ ചോദ്യം ചെയ്യലിനെ പൂർണ്ണമായി നിരോധിക്കുന്ന ഒരു സമുദായമല്ല. എതിർപക്ഷം പറയുന്നത് ചോദ്യം ചെയ്യുന്നത് അനാദരമായി കാണുന്ന സമുദായങ്ങളുണ്ട് എന്നാണ്. ഇത് ചില സാഹചര്യങ്ങളിൽ ശരിയായിരിക്കാം, പക്ഷേ അത് കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാന രീതിയല്ല. സഭയുടെ ചരിത്രത്തിൽ തന്നെ വലിയ തിയോളജിക്കൽ ഡിബേറ്റുകൾ, കൗൺസിൽ, ഫിലോസഫിക്കൽ ഡിസ്കഷൻസ്, ക്വസ്റ്റ്യൻസ് ആൻഡ് ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ തോമസ് അക്വിനാസിന്റെ സമ്മ തിയോളജിയെ എന്ന ഗ്രന്ഥങ്ങൾ തന്നെ ചോദ്യം മറുപടി രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ചോദ്യം ഉയർത്തുന്നു, അതിനെതിരായ വാദം അവതരിപ്പിക്കുന്നു, അതിനുശേഷം മറുപടി നൽകുന്നു. അതിനാൽ കത്തോലിക്ക ഭൗതിക പാരമ്പര്യം പറയുന്നത് ചോദ്യം ചോദിക്കരുത് എന്നല്ല, ചോദ്യം ചോദിച്ച് സത്യത്തെ അന്വേഷിച്ച് മനസ്സിലാക്കുക എന്നതാണ്. അഞ്ചാമതായി, ശാസ്ത്രം മുന്നോട്ട് പോകുമ്പോൾ സമൂഹവും മുന്നോട്ട് പോകണം. ഞങ്ങളും അതിനോട് യോജിക്കുന്നു. മുന്നോട്ട് പോകുക എന്നതിന്റെ അർത്ഥം എന്താണ്? പുതിയ സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കുക മാത്രമാണോ പുരോഗതി? AI വികസിച്ചു, ജീൻ എഡിറ്റിംഗ് വികസിച്ചു, ന്യൂക്ലിയർ ടെക്നോളജി വികസിച്ചു, റോബോട്ടിക്സ് വികസിച്ചു. ഇവയെല്ലാം മനുഷ്യന്റെ കഴിവിന്റെ പുരോഗതിയാണ്. പക്ഷേ അതേസമയം ചോദിക്കേണ്ടതുണ്ട്, ഇത് മനുഷ്യന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നുണ്ടോ? ഇവിടെയാണ് സാമുദായിക ബോധവും ധാർമ്മികതയും ആവശ്യമായി വരുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? ഇവ രണ്ടും മനുഷ്യരാശിക്ക് ആവശ്യമാണ്.
നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ശാസ്ത്രം ചോദിക്കുന്നു, ധാർമ്മികത ചോദിക്കുന്നു, നാം എന്തിനത് ചെയ്യണം? ശാസ്ത്രത്തിന് ചിറകുകൾ നൽകുമ്പോൾ ധാർമ്മികത അതിന് ദിശ നൽകണം. ധാർമ്മികത സംരക്ഷിക്കുന്നത് വിശ്വാസാധിഷ്ഠിതമായ ഒരു സമുദായ ബോധത്തിലൂടെയാണ്. ഏഴാമതായി, കത്തോലിക്ക സാമൂഹിക പഠനം. പുരോഗതി മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കണം. കത്തോലിക്ക സാമൂഹിക പഠനം പുരോഗതിയെ എതിർക്കുന്നില്ല. ഈ പുരോഗതി മനുഷ്യന് വേണ്ടിയാവണം. സഭയുടെ സാമൂഹിക പഠനത്തിൽ മനുഷ്യന്റെ അന്തസ്സും പൊതുനന്മയും ഐക്യദാർഢ്യവും സബ്സിഡിയാരിറ്റിയും സാമൂഹിക ഉത്തരവാദിത്വവും പ്രധാന തത്വങ്ങളാണ്. അതുകൊണ്ട് കത്തോലിക്ക കാഴ്ചപ്പാടിൽ പുരോഗതി എന്നത് കൂടുതൽ സമ്പത്ത് മാത്രമല്ല, കൂടുതൽ സാങ്കേതിക വിദ്യ മാത്രമല്ല, കൂടുതൽ സൗകര്യങ്ങൾ മാത്രമല്ല, മറിച്ച് കൂടുതൽ മാനുഷികമായ സമൂഹം രൂപീകരിക്കുക എന്നതാണ് യഥാർത്ഥ പുരോഗതി. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഒരു മനുഷ്യന് ഏറ്റവും പുതിയ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും അയാൾ ഏകാഗ്രയാണെങ്കിലും, അയാൾ ഏറെ ഉണ്ടെങ്കിലും സ്നേഹിക്കുന്ന ഒരു സമൂഹമില്ലെങ്കിലും, അയാൾക്ക് വലിയ സമ്പത്തുണ്ടെങ്കിലും മറ്റുള്ളവരുടെ വേദനയോട് അനാസ്ഥയാണെങ്കിലും ഇത് സമ്പൂർണ്ണ പുരോഗതിയാണോ? അല്ല. എട്ടാമതായി, കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ ഇതിന് തെളിവാണ്. സഭയുടെ സാമുദായിക ബോധം വെറും ആരാധനയിൽ ഒതുങ്ങുന്നതല്ല. ആശുപത്രികൾ, സ്കൂളുകൾ, കോളേജുകൾ, അനാഥാലയങ്ങൾ, വയോജന പരിചരണാലയങ്ങൾ, ഭവനരഹിതർക്കുള്ള സേവനം, ദുരിതാശ്വാസം, സാമൂഹിക പുനരധിവാസം, ദരിദ്രർക്കുള്ള സഹായം, ഇവയെല്ലാം സാമൂഹികാധിഷ്ഠിതമായ സേവനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത് ചോദിക്കാം, സമുദായ ബോധം മനുഷ്യന്റെ വളർച്ചയ്ക്ക് മതിൽ മാത്രമാണെങ്കിൽ മനുഷ്യ സേവനത്തിന്റെ ഇത്രയും വലിയ ശൃംഖലകൾ എങ്ങനെ സമുദായത്തിലൂടെ വളർന്നു? അതിനാൽ സമുദായ ബോധത്തിന് രണ്ട് സാധ്യതകളുണ്ട്. തെറ്റായ സമുദായ ബോധം മനുഷ്യനെ തളർത്തുന്നു, ശരിയായ സമുദായ ബോധം മനുഷ്യനെ വളർത്തുന്നു. നമ്മുടെ ലക്ഷ്യം രണ്ടാമത്തേതാണ്. ഇവയാണ് എനിക്ക് ഉന്നയിക്കാനുള്ള പ്രതിപാദനങ്ങൾ. ദീർഘമായ വാദങ്ങൾ തീർത്ത നന്ദി പറയുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഡിബേറ്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. വാദപ്രതിവാദങ്ങൾ നാം കേട്ടു കഴിഞ്ഞു. സമുദായ ബോധം ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് മാറിയേക്കാം എന്ന ആശങ്ക എതിർവിഭാഗം പങ്കുവച്ചു. എന്നാൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, വികലമായ കാഴ്ചപ്പാടുകളല്ല. യഥാർത്ഥ സമുദായ ബോധം ഒരു കത്തോലിക്ക വിശ്വാസിക്കും സീറോ മലബാർ സഭാംഗത്തിനും സമുദായ ബോധം എന്ന കൂട്ടായ്മയുടെ ആത്മീയതയാണ്. നമ്മൾ കോവിഡ് കാലം കണ്ടതാണ്, പ്രളയകാലവും കണ്ടതാണ്. അപ്പോഴൊക്കെ ഭരണകൂടങ്ങൾക്ക് പോലും ചെയ്യാൻ കഴിയാത്തത്ര വേഗത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിച്ചത് ആരാണ്? നമ്മുടെ ഇടവകളിലെ കത്തോലിക്ക യുവാക്കളും KC പള്ളിയും പ്രവർത്തകരുമാണ്. അത് സാധ്യമായത് നമ്മുടെ ഉള്ളിലെ സമുദായ ബോധം കൊണ്ട് മാത്രമാണ്. എൻ്റെ സഹോദരൻ വിഷമിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കരുത് എന്ന ബോധ്യം ആധുനിക സമൂഹത്തിന് നൽകുന്നത് ഇത്തരം കൂട്ടായ്മകളാണ്. സമൂഹത്തിന്റെ സമഗ്ര വളർച്ചയുമായുള്ള ബന്ധം. സമൂഹത്തിന്റെ വളർച്ച എന്നാൽ കേവലം കെട്ടിടങ്ങളുടെയോ സാങ്കേതിക വിദ്യകളുടെയോ വികാസമല്ല, അത് മനുഷ്യന്റെ ധാർമ്മികവും സാമൂഹികവുമായ വളർച്ചയാണ്. അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതികളും സമുദായങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഈ ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ്. സമുദായം ശക്തമാകുമ്പോൾ രാജ്യത്തിന്റെ ജനാധിപത്യവും സാമൂഹ്യ സുരക്ഷിതത്വവും ശക്തമാകുന്നു. അതുപോലെ തന്നെയാണ് ക്രൈസ്തവ സമുദായ ബോധവും. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലും ഇത് കാണാം. ഒരു പള്ളി കേവലം ആരാധനാലയം മാത്രമായി നിലകൊണ്ടിട്ടില്ല എന്ന് നമ്മൾ കേട്ടു. അതിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, സാമൂഹിക സേവന സ്ഥാപനങ്ങൾ, കുടുംബ സഹായ സംവിധാനങ്ങൾ, യുവജന സംഘടനകൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വളർന്നു വരുന്നു. നമ്മളൊക്കെ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ വായിച്ച് കേൾക്കേണ്ട ഒരു പാഠമായിരുന്നു കേരളത്തിലെ ചാവറയച്ചൻ തുടങ്ങിയ സ്കൂളുകളിലെയൊക്കെ കാര്യങ്ങൾ. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇവയുടെ പ്രയോജനം നമ്മുടെ സമുദായത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അവ പ്രയോജനപ്പെടുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, സമുദായങ്ങൾ പുരോഗതിയുടെ ശത്രുക്കളാണെന്ന് പറയുന്നത്
ചില ചരിത്ര സംഭവങ്ങളെ മാത്രം നോക്കി മുഴുവൻ സമുദായ ബോധത്തെ കുറ്റപ്പെടുത്തുന്നതാണ്. കുറച്ച് പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും എന്ന് കരുതി മൊത്തത്തിൽ കണ്ണടച്ചിരിട്ടാക്കുന്നത് ശരിയല്ല. കത്തോലിക്ക വിശ്വാസം നമ്മോട് പറയുന്നത് മനുഷ്യൻ ഒറ്റപ്പെട്ട വ്യക്തിയല്ല എന്നാണ്. നാം പരസ്പരം ബന്ധപ്പെട്ടവരാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. അതാണ് ശരിയായ ക്രൈസ്തവ സമുദായ ബോധം. സഭയുടെ ചരിത്രം നോക്കിയാൽ വിദ്യാഭ്യാസത്തിലും സർവകലാശാലകളിലും ശാസ്ത്രത്തിലും സാമൂഹിക സേവനത്തിലും സഭയുടെ സമുദായങ്ങൾ നൽകിയ സംഭാവനകൾ നമുക്ക് കാണാം. നമ്മൾ ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണത്. ശാസ്ത്രജ്ഞന്മാരെയൊക്കെ എടുക്കുകയാണെങ്കിൽ മിക്കവാറും ശാസ്ത്രജ്ഞന്മാർ പഴയ കാലത്തുണ്ടായവർ അധികം പേരും ദൈവവിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഗ്രഹാം മെൻഡൽ ജനിതക ശാസ്ത്രത്തിന് വഴിയൊരുക്കിയ പുരോഹിതനായിരുന്നു. ജോർജ് ലെമാട്രെ ആധുനിക പ്രപഞ്ചശാസ്ത്രത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച പുരോഹിത ശാസ്ത്രജ്ഞനായിരുന്നു. ജോർജ് ലെമാട്രെ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. എന്നാൽ ബിഗ് ബാങ് തിയറി കേട്ട് കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും ഓർമ്മ വരുന്ന കാര്യമാണ്. അതിനാൽ വിശ്വാസവും ശാസ്ത്രവും അനിവാര്യമായ ശത്രുക്കളാണെന്ന വാദം ചരിത്രം തന്നെ ചോദ്യം ചെയ്യുന്നു. അതെ, ചില സമുദായങ്ങൾ മാറ്റത്തെ എതിർത്തിട്ടുണ്ട്, ശരിയാണ്. ചില പാരമ്പര്യങ്ങൾ മനുഷ്യന്റെ വളർച്ചയ്ക്ക് തടസ്സമായിട്ടുണ്ട്, ശരിയാണ്. അവയെ തിരുത്തണം. എന്നാൽ അതിന്റെ പേരിൽ സമുദായ ബോധത്തെ മുഴുവൻ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പാരമ്പര്യം മുഴുവൻ ഉപേക്ഷിക്കേണ്ടതില്ല. അതിലെ നല്ലതിനെ സംരക്ഷിക്കുകയും തെറ്റായതിനെ തിരുത്തുകയും വേണം. അതാണ് ശരിയായ വളർച്ച. ശാസ്ത്രം നമ്മോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസവും ധാർമ്മികതയും എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മോട് ചോദിക്കുന്നത്. ഈ രണ്ടും ഒരുമിച്ചാണ് മനുഷ്യന്റെ സമഗ്ര പുരോഗതി സാധ്യമാകുന്നത്. ഒരു പക്ഷിക്ക് ഒരു ചിറക് കൊണ്ട് മാത്രം പറക്കാൻ സാധിക്കുകയില്ല. 2 ചിറകുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഉയർന്നു പറക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനാൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. പ്രശ്നം സമുദായ ബോധത്തിലല്ല, അടഞ്ഞ മനസ്സിലാണ്. പ്രശ്നം പാരമ്പര്യത്തിലല്ല, അന്ധമായ പാരമ്പര്യവാദത്തിലാണ്. വിശ്വാസത്തിലല്ല, വിശ്വാസത്തെ തെറ്റായി ഉപയോഗിക്കുന്നതിലാണ്. സമുദായം മനുഷ്യന്റെ ചിറകുകൾ മുറിക്കേണ്ടതില്ല. ശരിയായ സമുദായം മനുഷ്യന് വേരുകളും ചിറകുകളും ഒരുമിച്ച് നൽകണം. വേരുകളും ചിറകുകളും എന്തിനാണെന്ന് മനസ്സിലായോ? വേരുകൾ അടിയിൽ നിന്ന് ആവശ്യമായത് വലിച്ചെടുക്കാനും വളരുവാൻ വേണ്ടിയുമാണ് ചിറകുകൾ. ഉയരത്തിൽ പറന്നു പോകുവാനുമാണ് ചിറകുകൾ. വേരുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തിത്വത്തെയും അതുപോലെ തന്നെ ചിറകുകൾ എന്ന സമുദായ ബോധത്തെ നമുക്ക് പരിഗണിക്കാം. ചിറകുകളും വേരുകളും അവനെ ഭാവിയിലേക്ക് പറത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുകൊണ്ട് സമുദായത്തെ തകർക്കുകയല്ല വേണ്ടത്, സമുദായ ബോധത്തെ നവീകരിക്കുകയാണ് നമുക്ക് വേണ്ടത്. പാരമ്പര്യത്തെ ഉപേക്ഷിക്കുകയല്ല നമുക്ക് വേണ്ടത്, പാരമ്പര്യത്തെ ശുദ്ധീകരിച്ച് പുരോഗതിയുമായി ബന്ധിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം യഥാർത്ഥ ക്രൈസ്തവ സമുദായം മനുഷ്യനെ പിന്നിലേക്ക് വലിക്കുന്ന ചങ്ങലയല്ല, മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ശക്തമായ കൂട്ടായ്മയാണ്, ശക്തിയാണ്. സമുദായങ്ങളുടെ തമ്മിലുണ്ടാകുന്ന പരസ്പരം തമ്മിലുള്ള സമുദായങ്ങൾ തമ്മിലുണ്ടാകുന്ന വേർതിരിവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ സമുദായത്തിൽ തന്നെ ഒട്ടേറെ വേർതിരിവുകളുണ്ട്. ഇപ്പൊ നമ്മൾ പുറത്ത് നടക്കുന്നതിനേക്കാളും കൂടുതൽ ഓരോ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സമുദായത്തിൽ തന്നെയാണ് പ്രശ്നങ്ങളും വാദങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് മറുപടി? ഇതാണ് നമ്മുടെ കുടുംബങ്ങളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് ആശയങ്ങൾക്ക് എതിരായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് എനിക്ക് എൻ്റെ അപ്പനോട് ഒരു എതിർവാദം ഉണ്ടാവും, അപ്പന്റെ ചിന്താഗതികളോട് എന്ന് പറഞ്ഞ് എനിക്ക് അപ്പനോടുള്ള വെറുപ്പോ ദേഷ്യമോ ആവുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും ഇരുന്ന് കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്ത് എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തമ്മിൽ പറഞ്ഞ് അതിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും നല്ല ഉത്തരത്തെ കണ്ടുപിടിച്ച് അതാണ് ജീവിക്കുന്നത്. അവിടെ കുടുംബം ഇല്ലാതാവുന്നില്ല, സമൂഹം ഇല്ലാതാവുന്നില്ല, സമുദായം ഇല്ലാതാവുന്നില്ല. നമ്മൾക്ക് എന്തെങ്കിലും കുറവുള്ളതിനർത്ഥം നമ്മൾക്കുള്ള നല്ല സാഹചര്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയാനല്ല, ആ കുറവുകളെ പരിഹരിക്കുക എന്നുള്ളതാണ്. വേർതിരിവുകൾ ഉണ്ടാക്കുന്നതിന്റെ മൂല കാരണങ്ങൾ സമൂഹമല്ല, സമുദായമല്ല.
സ്വാർത്ഥ ചിന്തകളാണ്, ചില താല്പര്യങ്ങളാണ്, ചില ലാഭേച്ഛയിലുള്ള ചില തീരുമാനങ്ങളാണ്, അല്ലാതെ സമുദായമല്ല. അപ്പൊ നമ്മൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ തമ്മിലുള്ള കലഹങ്ങളൊക്കെ. അതൊന്നും സമുദായമല്ല പ്രശ്നം. സമുദായത്തിന്റെ നന്മകളെ കുറിച്ച് ചിന്തിക്കാൻ നേരത്ത് അതിനകത്ത് വരുന്ന പോരായ്മകൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ വളരെ ചെറുതാണ്. അത് സമുദായത്തിന്റെ പോരായ്മകളല്ല, സമുദായത്തിനകത്ത് ജീവിക്കുന്ന ആളുകളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് കാരണമാണ് ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും. നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബം അതിനെ പരിഹരിക്കുന്നു, കുടുംബം ഇല്ലാണ്ടാകുന്നില്ല എന്നാണ്. താങ്ക് യു സോ മച്ച്. സമുദായബോധത്തിന്റെ തെറ്റായ നിലപാടുകളും അറിവുകൊണ്ടാണ് നമ്മൾ. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കണം? ചില സമൂഹത്തിലും സമുദായങ്ങളിലും തെറ്റായ ചില ഈ പറഞ്ഞ പോലെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം. അതെങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചതിന് ഉദാഹരണമാണ് നമ്മൾ ഇവിടെ നിന്ന് കണ്ട ഡിബേറ്റുകൾ വന്നത്. നമ്മൾ കാര്യങ്ങളെ വൈകാരികമായി കാണാതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകാരികമായി കാണാതെ കാര്യങ്ങളെ ഇതുപോലെ ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് നന്മയെ പ്രതീക്ഷിച്ച് നമ്മൾ കാര്യങ്ങളെ തീരുമാനിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാൻ നേരത്ത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. അതാണ് അതിനകത്ത് കാര്യം. വൈകാരികമായി കാണാൻ, വൈകാരികമായിട്ടും സ്വാർത്ഥ താല്പര്യങ്ങളുടെ ലക്ഷ്യത്തോടും കൂടെ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. നമ്മൾ ഒരു കാര്യത്തിന് ഒരു സൊല്യൂഷൻ വേണം, തീരുമാനം വേണം എന്ന് കണ്ട് അതിനെ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ തീരുമാനിക്കാൻ നേരത്ത് സൊല്യൂഷൻ ഉണ്ട്. അതാണ് സൊല്യൂഷൻ ഉണ്ട്. അതാണ് ഈ പൗലോസ്ലീഹ ഈ ആർഗ്യുമെന്റ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞു. അതാണ് നമ്മുടെ നല്ല ആശയപരമായിട്ടുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും നമുക്ക് ഉന്നയിക്കുന്ന നല്ല തീരുമാനങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്കും സമുദായത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ അവസാനത്തിനും കാരണം. താങ്ക് യു. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇപ്പം വിവാഹ ഉദ്ദേശങ്ങൾ ജീവിക്കുന്നവരുണ്ട്, അല്ലാണ്ട് ലിവിംഗ് ടുഗെദർ ഉള്ളവരിലൂടെ ജീവിക്കുന്നവരുണ്ട്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. സമൂഹം അതിനെ അംഗീകരിക്കുന്നുണ്ടോ? സമൂഹം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, നമ്മുടെ വിശ്വാസവും സമുദായവും അംഗീകരിക്കുന്നില്ല. ഇതിന്റെ ചോദ്യം സമൂഹം അംഗീകരിക്കുന്നുണ്ട്. ചിലപ്പോ ഈ പറയുന്ന ഒരു ഭൂരിഭാഗം പേര് വരുന്ന ആളുകള് ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ശരിയാണ്. ഓക്കെ, ഞാൻ ഇവനെ അടിച്ചു, ഇവനെ അടിച്ചിട്ട് അത് ശരിയാണെന്ന് നിങ്ങൾ എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിച്ചത് ശരിയാവും? ഇല്ല. തെറ്റ് എപ്പോഴും തെറ്റാണ്. സമൂഹം ചിലപ്പോൾ ലിവിംഗ് ടുഗെദർ ഈ പറഞ്ഞതുപോലെ ഈ ഇന്നത്തെ മോഡേൺ LGBT സാധനങ്ങളെല്ലാം പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് ഏതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കണം? നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ സമുദായത്തിന്റെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ്. 2000 വർഷങ്ങളായിട്ട് നമ്മൾ പിന്തുടരുന്ന ഒരു വിശ്വാസമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ കാണാൻ. വിവാഹം എന്നത് കർത്താവിന്റെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ച് നമ്മൾ ഉടമ്പടിയാണ്. അതിലൂടെ വേണം ഒരു സ്ത്രീയും പുരുഷനും ഒന്നായിട്ട് അവരുടെ ജീവിതം തുടരാൻ. അതാണ് നമ്മുടെ വിശ്വാസം. അതിന്റെ നന്മ കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റത് ഒരു കുടുംബമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു കുറച്ചു കാലത്തേക്ക് വേണ്ടി മാത്രം ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. അവര് പിരിഞ്ഞു പോയാൽ മക്കൾ എന്താവും? അവരുടെ കാര്യം എന്താവും? അപ്പൊ ഫാമിലി എന്ന് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന സംരക്ഷണവും വലിയ നന്മയും അവിടെ ഇല്ലാണ്ടാകും. കുടുംബം പ്രധാനപ്പെട്ടാണ്. കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് വിവാഹം എന്ന കൂദാശ നൽകിയത്. അതുകൊണ്ട് കൂദാശയിലൂടെ മാത്രമേ സ്ത്രീയും പുരുഷനും, വിവാഹം എന്ന കൂദാശയിലൂടെ മാത്രമേ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് കഴിയാവുള്ളൂ, താമസിക്കുന്നു. അപ്പം നമ്മുടെ ആരാണെങ്കിലും അവർ അവരുടേതായ വിശ്വാസം ജീവിക്കുന്നു, നമ്മൾ നമ്മുടേതായ വിശ്വാസം ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നത് തെറ്റാണ്. ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞ ചോദ്യത്തിനുള്ള അതേ ഉത്തരം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി ദൈവത്തോടാണോ അല്ലയോ എന്നുള്ളതാണ്. ആദ്യത്തെ പ്രയോറിറ്റി, ഇത് വിശ്വാസത്തിൽ അടിസ്ഥാനമാണ് ഈ ചിന്താഗതി, കുറച്ചുകൂടെ ഫെയ്ത്ത് റൂട്ടഡാണ്. എന്റെ ആദ്യത്തെ കമ്മിറ്റ്മെന്റ് ദൈവത്തോടാണെങ്കിൽ എന്റെ രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ് വരുന്നതും അതിനോടനുബന്ധിച്ചു. ഈശോയോട് എനിക്ക് വ്യക്തിപരമായ സ്നേഹവും ബന്ധവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഈശോയിൽ വിശ്വാസ കേന്ദ്രീകൃതമായ ഒരാളെ തിരഞ്ഞെടുക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ലേ?
നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇഷ്ടത്തോട് ചേർന്ന ഒരാളെ തെരഞ്ഞെടുക്കുന്നതല്ല നിങ്ങൾക്ക് ഇഷ്ടം, അല്ലേ? അതല്ലാണ്ട് നിങ്ങളുടെ എതിർദിശയിൽ പോകുന്ന ഒരാളെ തെരഞ്ഞെടുക്കുന്നത് ആരും തെരഞ്ഞെടുക്കും. അതാണ് എന്റെ കാഴ്ചപ്പാടുകളിൽ വിശ്വാസം പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ എന്റെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതും ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും. അതാണ് ഇന്റർകാസ്റ്റ് മാരേജിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് അത്. വിശ്വാസത്തെ ആദ്യം കൊടുക്കുന്ന ആള് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതും വിശ്വാസത്തിന് അധിഷ്ഠിതമായിട്ടാണ്. സമുദായ ബോധം സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ എന്നൊരു വിഷയത്തെ പറ്റിയുള്ള ഡിബേറ്റാണ് നമ്മളിപ്പോൾ നടത്തിയത്. ഒരു മാസം മുമ്പേ ഇതിനുള്ളൊരു ചർച്ച നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.